എന്തുകൊണ്ടാണ് പുരുഷന്മാർ സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നതിന് ഒരൊറ്റ വിശദീകരണവുമില്ല. കാരണം ഓരോ വ്യക്തിക്കും അവരുടേതായ സവിശേഷമായ മുൻഗണനകളും അനുഭവങ്ങളും മറ്റുള്ളവരോടുള്ള അവരുടെ ആകർഷണം രൂപപ്പെടുത്തുന്നു. ആത്യന്തികമായി ആകർഷണത്തിന് പിന്നിലെ കാരണങ്ങൾ വളരെ വ്യക്തിഗതവും ജൈവശാസ്ത്രപരവും മാനസികവും സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പുരുഷനെ സ്ത്രീയിലേക്ക് ആകർഷിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് ശാരീരിക രൂപം എന്നത്. പുരുഷന്മാർ പലപ്പോഴും കാഴ്ചയിൽ ഉത്തേജിക്കപ്പെടുകയും അവരുടെ രൂപഭാവം ശ്രദ്ധിക്കുന്ന സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഹെയർ സ്റ്റൈല്, വസ്ത്രം, ശരീരഘടന തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കുന്നതിൽ ശാരീരിക രൂപം തീർച്ചയായും ഒരു പങ്കുവഹിക്കും. കൂടാതെ ഹെയർ സ്റ്റൈല്, മേക്കപ്പ്, വസ്ത്രം, ശരീരഘടന തുടങ്ങിയ ഘടകങ്ങൾ ഒരു സ്ത്രീയുടെ മൊത്തത്തിലുള്ള ശാരീരിക രൂപത്തിന് കാരണമാകും. എന്നിരുന്നാലും ശാരീരിക രൂപത്തിൻ്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ തനതായ മുൻഗണനകൾ ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ഒരാൾക്ക് ആകർഷകമായി തോന്നുന്നത് മറ്റൊരാൾക്ക് സമാനമായിരിക്കണമെന്നില്ല. പുരുഷന്മാരെ സ്ത്രീകളിലേക്ക് ആകർഷിക്കുന്ന ഒരേയൊരു ഘടകം ശാരീരിക രൂപം മാത്രമല്ല, വ്യക്തിത്വം, ബുദ്ധി, വൈകാരിക ബന്ധം തുടങ്ങിയ ഗുണങ്ങളും പ്രധാന പരിഗണനകൾ ആണെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ആത്മവിശ്വാസം. പുരുഷന്മാർക്ക് ആത്മവിശ്വാസം ആകർഷകമാണ്. കാരണം ഇത് സ്വന്തം ചർമ്മത്തിൽ സുഖകരവും സ്വന്തം മൂല്യം അറിയുന്നതുമായ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നു. ഒരു സ്ത്രീയിൽ ആത്മവിശ്വാസം വളരെ ആകർഷകമായ ഒരു ഗുണമാണ്. കാരണം അവൾ ആരാണെന്നതിൽ അവൾക്ക് സുഖമുണ്ടെന്നും ന്യായവിധി അല്ലെങ്കിൽ തിരസ്കരണത്തെ ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെ സ്വയം പ്രകടിപ്പിക്കാൻ കഴിയും എന്നും ഇത് കാണിക്കുന്നു. ആത്മവിശ്വാസം, ആത്മാഭിമാനം, നിശ്ചയദാർഢ്യം, പ്രതിരോധശേഷി എന്നിവ പോലുള്ള മറ്റ് പോസിറ്റീവ് സ്വഭാവങ്ങളുടെ ഒരു സൂചകമാകാം. ഇത് ഒരു സ്ത്രീയെ പുരുഷന്മാരെ കൂടുതൽ ആകർഷകമാക്കുന്നു. നേരെ മറിച്ച് ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ കുറഞ്ഞ ആത്മാഭിമാനം പല പുരുഷന്മാർക്കും ഒരു വഴിത്തിരിവായി മാറിയേക്കാം. കാരണം ഇത് അരക്ഷിതാവസ്ഥയോ ആത്മാഭിമാനമില്ലായ്മയോ സൂചിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം നർമ്മബോധമാണ്. ചിരിക്കുന്ന മുഖവും നിങ്ങളെ ചിരിപ്പിക്കുന്ന കമ്പനിയും ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? ഒരു നല്ല നർമ്മബോധം പുരുഷന്മാരെ വളരെ ആകർഷകമാക്കും. കാരണം ഒരു സ്ത്രീ അനായാസവും രസകരവുമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നർമ്മബോധം ഒരു സ്ത്രീയിൽ വളരെ ആകർഷകമായ ഒരു ഗുണമാണ്. തങ്ങളെ ചിരിപ്പിക്കാനോ പുഞ്ചിരിപ്പിക്കാനോ കഴിയുന്ന സ്ത്രീകളെ പുരുഷന്മാർ പലപ്പോഴും അഭിനന്ദിക്കുന്നു. കാരണം ഇത് നല്ല ബന്ധം സൃഷ്ടിക്കാനും സഹായിക്കും. നാലാമത്തെ കാര്യം ഇൻ്റലിജൻസ്. ബുദ്ധിശക്തി പലപ്പോഴും സ്ത്രീകളിൽ ആകർഷകമായ ഗുണമായി കാണപ്പെടുന്നു. കാരണം അവർ കഴിവുള്ളവരും സ്വതന്ത്രരും ആണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. രസകരവും ഉത്തേജിപ്പിക്കുന്നതുമായ സംഭാഷണങ്ങൾ നടത്താൻ കഴിയുന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാർ പലപ്പോഴും ആകർഷിക്കപ്പെടുന്നു. കാരണം അത് അവരെ ബുദ്ധിപരമായി ഉത്തേജിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം ദയ. ദയയും അനുകമ്പയും നിറഞ്ഞ ഹൃദയം ലോകത്തെ മുഴുവൻ അതിൽ ശേഖരിക്കുന്നു. അത്തരമൊരു വ്യക്തിയിലേക്ക് ആരെയും ആകർഷിക്കും. ദയയും അനുകമ്പയും സ്ത്രീകളിൽ വളരെ ആകർഷകമായ ഗുണങ്ങളാണ്. കാരണം ഒരു സ്ത്രീ സഹാനുഭൂതിയും കരുതലും വളർത്തലും ഉള്ളവളാണെന്ന് അവർ സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരോട് ദയയും പരിഗണനയും കാണിക്കാൻ കഴിയുന്ന സ്ത്രീകളെ പുരുഷന്മാർ പലപ്പോഴും വിലമതിക്കുന്നു.
കാരണം അത് അവരെ വിലമതിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. ആറാമത്തെ കാര്യം പോസിറ്റീവ് മനോഭാവം. ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിത്വം എപ്പോഴും ഉയർന്ന പരിഗണനയിലാണ്. ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാർ പലപ്പോഴും ആകർഷിക്കപ്പെടുന്നു. കാരണം അവർ ശുഭാപ്തി വിശ്വാസികളും ചുറ്റുമുള്ളവരിൽ രസകരവും ആണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പോസിറ്റിവിറ്റിയും ഉത്സാഹവും പ്രസരിക്കുന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാർ പലപ്പോഴും ആകർഷിക്കപ്പെടുന്നു. കാരണം അത് അവരുടെ സ്വന്തം ജീവിതത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയും ഉയർച്ചയും ഉണ്ടാക്കും. ഏഴാമത്തെ കാര്യം പങ്കിട്ട താൽപ്പര്യങ്ങൾ. പൊതുവായ താൽപ്പര്യങ്ങൾ ഒരു ബന്ധത്തിൽ അനായാസത നൽകുന്നു. ചർച്ച ചെയ്യാൻ എപ്പോഴും പൊതുവായ എന്തെങ്കിലും ഉണ്ട്. സമാന താൽപ്പര്യങ്ങളോ ഹോബികളോ പങ്കിടുന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാർ പലപ്പോഴും ആകർഷിക്കപ്പെടുന്നു. കാരണം ഇത് പങ്കിട്ട അനുഭവങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ അവരെ അനുവദിക്കുന്നു. എട്ടാമത്തെ കാര്യം തുറന്ന മനസ്സാണ്. തുറന്ന മനസ്സ് സ്ത്രീകളിൽ വളരെ ആകർഷകമായ ഗുണമാണ്. കാരണം അവർ അവരുടെ കംഫർട്ട് സോണിന് പുറത്ത് കടക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും തയ്യാറാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ആത്യന്തികമായി തുറന്ന മനസ്സോടെ ജീവിതത്തെ സമീപിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ പല പുരുഷന്മാരെയും വളരെ ആകർഷകമാക്കും. ഒമ്പതാമത്തെ കാര്യം വൈകാരിക സ്ഥിരത. ആരും കരച്ചിലല്ലെങ്കിൽ ലളിതമായ വാക്കുകളിൽ വൈകാരികമായി പറ്റി നിൽക്കുന്ന സ്ത്രീയെ ഇഷ്ടപ്പെടുന്നില്ല. സ്ത്രീകളിൽ വൈകാരിക സ്ഥിരത വളരെ ആകർഷകമായ ഗുണമാണ്. കാരണം അവർക്ക് അവരുടെ വികാരങ്ങളെ ആരോഗ്യകരമായും പക്വമായും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഫലപ്രദമായ ആശയവിനിമയം നടത്താനും ക്രിയാത്മകമായ രീതിയിൽ വെല്ലുവിളികളെ നേരിടാനും കഴിയുന്ന സ്ത്രീകളെ പുരുഷന്മാർ പലപ്പോഴും അഭിനന്ദിക്കുന്നു. കാരണം അവർക്കൊരു ബന്ധത്തിൽ കൂടുതൽ സുരക്ഷിതത്വവും പിന്തുണയും അനുഭവപ്പെടും. ആത്യന്തികമായി പറഞ്ഞാൽ വൈകാരികമായി സ്ഥിരതയുള്ളതും പക്വതയുള്ളതുമായ ഒരു സ്ത്രീ പല പുരുഷന്മാരെയും വളരെ ആകർഷകമാക്കും. പത്താമത്തെ കാര്യം സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യവും സ്വയം പര്യാപ്തതയും സ്ത്രീകളിൽ വളരെ ആകർഷകമായ ഗുണങ്ങളാണ്. കാരണം ഒരു സ്ത്രീ സ്വയം പരിപാലിക്കാൻ പ്രാപ്തയാണെന്നും അവളുടെ ആത്മാഭിമാനത്തിനോ പൂർത്തീകരണത്തിനോ ഒരു പുരുഷനെ ആശ്രയിക്കരുതെന്നും അവർ നിർദ്ദേശിക്കുന്നു. ആത്മവിശ്വാസം ഉള്ള സ്ത്രീകളെ പുരുഷന്മാർ പലപ്പോഴും അഭിനന്ദിക്കുന്നു. കാരണം അതവർക്ക് ബന്ധത്തിൽ കൂടുതൽ ബഹുമാനവും വിലമതിപ്പും ഉണ്ടാക്കും.